ഹലോ, ഇടുക്കിയിലെ പുഷ്പഖണ്ഡത്തിലെ ഒരു അപ്പന്റെയും മകന്റെയും കഥ പറയുന്ന സിനിമയാണ് ലിറ്റിൽ ഹാർട്സ്. അപ്പനായി ബാബുരാജ്, മകനായി ഷെയ്ൻ നിഗം. ഇവരോടൊപ്പം മഹിമ നമ്പ്യാർ, രഞ്ജി പണിക്കർ, മാല പാർവതി, ഷൈൻ ടോം ചാക്കോ, രമ്യ സുവി, ഷമ്മി തിലകൻ, പാർവതി ബാബു, ജാഫർ ഇടുക്കി തുടങ്ങി ഒട്ടനവധി താരങ്ങളുണ്ട് ഈ സിനിമയിൽ. സുഹൃത്തുക്കളെ പോലെയായ അപ്പന്റെയും മകന്റെയും കഥയാണ് ഈ സിനിമ പറയുന്നത്. അപ്പനും മകനും സുഹൃത്തുക്കളെ പോലെ ആകണമെങ്കിൽ അമ്മ ഉണ്ടാകരുത് എന്നാണ് സിനിമാ നിയമം. അതുപോലെ തന്നെ ഇവിടെ സിബി അഥവാ മകനായ സിബി ജനിച്ചപ്പോൾ തന്നെ അമ്മ തമ്പുരാന്റെ അടുത്തേക്ക് പോയി. അതുകൊണ്ട് തന്നെ അപ്പനായ ബേബി വളരെ സ്നേഹത്തോടെ ഒരു സുഹൃത്തിനെ പോലെയാണ് മകനെ വളർത്തിയത്. ഇപ്പോഴും പരസ്പരം കള്ളൊഴിച്ചു കൊടുക്കുന്ന അത്രയും തീവ്രമായ ഗാഠമായ ബന്ധമാണ് രണ്ടുപേരും തമ്മിൽ. കാര്യങ്ങൾ സിമ്പിളായി തീർക്കുന്ന സിബിയെ നാട്ടുകാർ സിമ്പിൾ സിബി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കുന്ന ഒരിക്കൽ പോലും നമ്മൾ കണ്ടില്ല. അതിലുപരി സിമ്പിളായ കാര്യങ്ങൾ പോലും കോംപ്ലിക്കേറ്റഡ് ആക്കി തീർക്കുന്ന സിബിയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ കോംപ്ലക്സ് സിബി എന്ന് വിളിച്ചിരുന്നതിൽ കുറച്ചുകൂടെ കറക്റ്റ് ആയിരുന്നേനെ. ഹൃദയത്തിൽ നൈർമല്യം ഉണ്ട് എന്ന് തോന്നിക്കുന്ന, ഹൃദയ വിശാലതയുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന കുറെ ചെറിയ മനസ്സുള്ളവരുടെ കഥ പറയുന്ന സിനിമയാണ് ലിറ്റിൽ ഹാർട്സ്. ഇത് ഷെയ്ൻ അവതരിപ്പിക്കുന്ന സിബിയുടെയും മഹിമ അവതരിപ്പിക്കുന്ന ഷോഷയുടെയും പ്രണയകഥയാണ് എന്ന് നിങ്ങൾ ധരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇതിൽ ഒന്നല്ല, രണ്ടല്ല, 3 പ്രണയങ്ങളുണ്ട്. അതിൽ ഒരു പ്രണയം പോലും കൃത്യമായോ വ്യക്തമായോ നമ്മളെ കാണിക്കുന്നില്ല. പ്രണയത്തിന്റെ മനോഹാരിത നമ്മളിലേക്ക് എത്തുന്നില്ല. 3 പ്രണയങ്ങളും എവിടെയൊക്കെയോ നടക്കുന്നു, എന്തൊക്കെയോ സംഭവിക്കുന്നു. ഈ സിനിമയുടെ പേര് ബ്രിട്ടാനിയ ലിറ്റിൽ ഹാർട്സ് എന്ന ബിസ്ക്കറ്റിൽ നിന്ന് എടുത്തതാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണോ എന്തോ. ആദ്യത്തെ പാട്ടിൽ ബാബുരാജിന്റെ കയ്യിൽ ഒരു ലിറ്റിൽ ഹാർട്സിന്റെ പാക്കറ്റ് ഉണ്ട്. പാട്ട് തീരുന്നത് വരെ ആ പാക്കറ്റും കൊണ്ടാണ് ബാബുരാജ് നടക്കുന്നത്. അപ്പോൾ പാട്ടിന്റെ കാര്യം പറയുമ്പോൾ ആവശ്യത്തിനും അനാവശ്യത്തിനും പാട്ടുകൾ കുത്തിത്തിരികിയിട്ടുണ്ട്. സിനിമയുടെ ഫ്ലോ തന്നെ നശിപ്പിക്കുന്നതിലുപരി പാട്ടുകൾ വൻ വെറുപ്പിക്കലാണ്. 3/4 ഗ്ലാസ് കട്ടൻ ചായയിൽ 4 ഏലയ്ക്ക ലാവിഷായിട്ട് ഇടുന്ന നായകനാണ് ആദ്യം കാണിക്കുന്നത്. അതിനുശേഷം എങ്ങും തൊട്ടും തൊടാതെയും കുറെ സീനുകൾ. ആ സീനുകൾ തമ്മിൽ പരസ്പര ബന്ധമുണ്ടോ എന്ന് പോലും നമുക്ക് സംശയം തോന്നാം. ഓരോ ഫ്രെയിമും എടുത്തെടുത്ത് വെച്ച അവസ്ഥയിലാണ്. ഇതിൽ പ്രണയം സിബിയേക്കാൾ ഉപരി ബേബിച്ചന്റെയാണ് നമ്മളെ കൂടുതൽ കാണിക്കുന്നത്. ബേബിച്ചന്റെ പ്രശ്നങ്ങളാണ് നമ്മളുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പനും മോനും തമ്മിലുള്ള സ്നേഹത്തിന്റെ തീവ്രത നമ്മളെ കാണിക്കാൻ അവർ പരസ്പരം കള്ളും വാറ്റുചാരയവും റമ്മും ബ്രാൻഡിയും ഒക്കെ പകർന്നു കൊടുക്കുന്നത് കാണിക്കുന്നുണ്ട്. അതൊന്നും കണ്ടിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല. അവർ തമ്മിലുള്ള ആത്മബന്ധം, അവർ തമ്മിലുള്ള സ്നേഹത്തിന്റെ തീവ്രത നമ്മളെ കാണിക്കണമെന്നായിരുന്നുവെങ്കിൽ അതിന് വേണ്ട സീനുകൾ ആവശ്യമായിരുന്നു. ഇതിലൊരു സീനിൽ ഷെയ്ൻ പറയുന്നുണ്ട് തന്റെ ഇച്ഛയെക്കാളും, ഇച്ഛ അഥവാ അച്ഛനേക്കാളും വലുതായി മറ്റൊന്നുമില്ല, തന്റെ അച്ഛനെ സ്നേഹിക്കുന്നതിനോളം മറ്റൊന്നുമില്ല എന്ന്. ആ സ്നേഹം പക്ഷേ അവർ തമ്മിലുള്ള രംഗങ്ങളിലോ അവരുടെ ഇന്ററാക്ഷൻസിലോ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രേക്ഷകൻ എന്ന നിലയിൽ നമ്മളിലേക്ക് ഒന്നും പകരുന്നില്ല, നമ്മളെ അത് ഒന്നും ഫീൽ ചെയ്യിക്കുന്നില്ല, നമ്മൾ ഉള്ളിലേക്ക് അത് കടക്കുന്നില്ല. ഇടയ്ക്ക് വരുന്ന ചില തമാശകളൊക്കെ നന്നായിരുന്നു. ബംഗാളിയായിട്ട് വന്നിരിക്കുന്ന അയാൾ നല്ല രീതിയിൽ ചെയ്തു. അയാൾ ഇനി വല്ല സിനിമ ഡയറക്ടർ ആണോ എന്ന് എനിക്കറിയില്ല. ഇതിനു മുമ്പ് ഒരു സിനിമയിൽ ഒരു ഫിലിം ഡയറക്ടർ ഡ്രൈവറുടെ റോൾ ചെയ്തു. അത് ഡയറക്ടർ ആയിരുന്നു എന്ന് അറിയാത്ത ചില റിവ്യൂവേഴ്സ് അങ്ങനെ പറഞ്ഞ് അയാളെ പേരെടുത്ത് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് കുറെ ട്രോളുകളും കുറെ കളിയാക്കലുകളും കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബംഗാളി ഏതെങ്കിലും സിനിമ ഡയറക്ടർ ആണെങ്കിൽ എന്നോട് ക്ഷമിക്കുക, അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ കമന്റ് ചെയ്യുക. എന്തായാലും ആ ബംഗാളി അവതരിപ്പിച്ച തമാശകൾ കൊള്ളായിരുന്നു. അതുകൂടാതെ മറ്റു ചില തമാശകളും എൻഗേജിങ് ആയിരുന്നു, നമ്മളെ എന്റർടൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതോടൊപ്പം പുഷ്പഖണ്ഡത്തിന്റെ പ്രകൃതി ഭംഗി കാണിക്കുന്ന കുറെ ഡ്രോൺ ഷോട്ടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ പ്രകൃതി ഭംഗി കുറച്ചു നേരമെങ്കിലും ആസ്വദിച്ചിരിക്കാൻ പറ്റി എന്നാണ് വസ്തുത. ബാബുരാജും ഷെയ്നും മഹിമയും ഷൈൻ ടോം ചാക്കോയും ഷമ്മി തിലകനും ജാഫർ ഇടുക്കിയും എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തു. അതോടൊപ്പം പറയട്ടെ, മഹിമയ്ക്ക് ചെയ്യാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. 4-5 ഡയലോഗുകൾ മാത്രമേ ആ കഥാപാത്രത്തിനുള്ളൂ എന്നാണ് സത്യം. രമ്യ സുവി എന്ന ഡാൻസറും നല്ലൊരു കഥാപാത്രത്തെയാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നായിക രമ്യ സുവിയാണോ മഹിമ നമ്പ്യാറാണോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയാൽ നിങ്ങളെ തെറ്റു പറയാൻ പറ്റില്ല. രഞ്ജി പണിക്കറുണ്ട്. അദ്ദേഹത്തിന് മസിൽ വീർപ്പിക്കാനുള്ള ചാൻസ് സെക്കൻഡ് ഹാഫിൽ കിട്ടുന്നുണ്ട്. ഇടയ്ക്ക് എൻഗേജ് ചെയ്യിച്ചും ഇടയ്ക്ക് ബോറടിപ്പിച്ചും ഇടയ്ക്ക് ഇതെന്തരോ എന്തോ എന്ന് തോന്നിപ്പിച്ചും ഈ സിനിമ മുന്നോട്ട് പോകുന്നു. ഇന്റർവെൽ ബ്ലോക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ കരുതി സെക്കൻഡ് ഹാഫിൽ സിനിമ ടേക്ക് ഓഫ് ചെയ്യുമെന്ന്. എന്റെ ചിന്തകൾ പാടെ തെറ്റി. സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീയായി. കുറെ ക്രിഞ്ചും കുറെ ക്യൂട്ട്നെസ്സും കുറെ നിഷ്കളങ്കതയും വാരി വിതറി മെഴുകിയിട്ടുണ്ട്. തിരക്കഥ പാളിപ്പോയതാണ് ലിറ്റിൽ ഹാർട്സ് എന്ന സിനിമ നേരിടുന്ന ഏറ്റവും പ്രധാന പ്രശ്നം. ഓരോ സീനുകളും ഓരോന്നോരോന്നായി വേറെ വേറെ മാറി നിൽക്കുന്നു. സീനുകൾക്കൊന്നും നമ്മളുടെ ഉള്ളിലേക്ക് കടക്കാനുള്ള, നമ്മളെ എൻഗേജ് ചെയ്യിക്കാനുള്ള, നമ്മളെ എന്റർടൈൻ ചെയ്യിക്കാനുള്ള കഴിവുകളില്ല. സീനുകൾ എഴുതിയപ്പോൾ 2.25 മണിക്കൂർ സിനിമ തികയ്ക്കണം എന്ന് മാത്രമാണ് അവർ ചിന്തിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്.
ലിറ്റിൽ ഹാർട്സ് അഥവാ ചെറിയ ഹൃദയങ്ങൾ എന്ന സിനിമ പുറമേ ഹൃദയവിശാലതയും നിഷ്കളങ്കതയും നടിക്കുന്ന ചെറിയ മനസ്സുകളുടെ സിനിമയാണ്. ഈ സിനിമ ഉറക്കം തൂങ്ങാതെ കണ്ടു തീർത്താൽ വളരെ നല്ല കാര്യം. GCCയിൽ ലിറ്റിൽ ഹാർട്സ് നിരോധിച്ചിട്ടുണ്ട്. നിരോധനത്തിനുള്ള കാരണം സ്പോയിലർ ആവും എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ GCCയിൽ ഇത് നിരോധിക്കരുതായിരുന്നു. നമ്മൾ മാത്രം അനുഭവിച്ചാൽ പോരല്ലോ.